പാർട്ടിയുടെ ഗ്രൂപ്പുകളിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടതെന്നാണ്. അതിലെടുത്തു പറയുന്നു റെഡ് എൻകൗണ്ടർ, റെഡ് ആർമി, പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ എന്നിവരുടെ ഗ്രൂപ്പിലാണ് ഇത് കണ്ടതെന്ന് പറയുന്നു. മാത്രവുമല്ല, അതിൽ ഗുരുതരമായ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഗ്രൂപ്പിലെ അഡ്മിന്മാരെ അവരെ ചോദ്യം ചെയ്തപ്പോഴും അവരുമായി ബന്ധപ്പെട്ടുള്ളൂ അവിടുത്തെ വടകര ബ്ലോക്കിലെ DYFIൻ്റെ പ്രസിഡന്റ് ഇതിൽ പങ്കുണ്ട് എന്ന് വരുന്നു. പക്ഷേ പോലീസ് എടുക്കുന്ന നടപടി, ഒരാളെ കൊല ചെയ്യാൻ ഇന്നോവ കാറിൽ കുറേ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇന്നോവ കാറിൻ്റെ പേരിൽ കേസെടുക്കുകയും കൊലയാളിയെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്ന അതേ നയമാണ് ഈ കാര്യത്തിലും വടകരയിലെ പോലീസ് സ്വീകരിക്കുന്നത്. ഇവിടെ ഇവരൊക്കെ തന്നെ ഇടത് ഗ്രൂപ്പിൽപ്പെട്ട ഗ്രൂപ്പുകളിലാണ് വന്നു എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകാരുടെ ഫോൺ പിടിച്ചെടുത്തു. ആടെ അറസ്റ്റ് ചെയ്തില്ല. ഇതെന്തൊരു നയത്? ഇതെന്തൊരു പരിപാടിയാണിത്? അതായത് ഫോൺ ഉപയോഗിച്ചവർക്കെതിരെ കേസില്ല, ഉപയോഗിച്ചവരെ അറസ്റ്റ് ചെയ്യുന്നില്ല, ഫോൺ കസ്റ്റഡി എടുക്കുന്നു. കസ്റ്റഡി എടുക്കേണ്ടത് ഫോണല്ല, ഈ ഗ്രൂപ്പിലെ അഡ്മിന്മാരെയും അതിൽ പരാമർശിക്കപ്പെട്ട DYFI ബ്ലോക്ക് പ്രസിഡന്റിനെയും കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ ഇത് കുറേ കൂടി വിവരങ്ങൾ പുറത്തു വരും. അതുമാത്രമല്ല, ഇതിനകത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത്, എന്നിട്ട് പോലും ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡി എടുക്കാനോ പോലീസ് തയ്യാറാവുന്നില്ല. മാത്രമല്ല, ഈ പോസ്റ്റ് പ്രചരിപ്പിച്ചതിൽ മുൻ MLA KK ലതികയുണ്ട്, CPI നേതാക്കളുണ്ട്. ഇവരെയൊക്കെ ഒന്ന് തലോടി വിടുക പോലീസ് ചെയ്തിരിക്കുന്നത്. ഈ പോലീസിൻ്റെ നടപടി പരിഹാസ്യമാണ്, പൊതുജന മധ്യത്തിൽ ഏറെ അവഹേളനത്തിന് പാത്രമാകുന്ന ഒന്നാണ്. ഈ വിഷയത്തിൽ തന്നെയും കോടതി ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ